ഇത് എൻ്റെ ടെറസിൽ നിന്ന് കിട്ടിയ പ്ലാന്റ്സ് ഫ്രൂട്ട്സാണ്. ഇത് ബാരി വൺ മാൾട്ട, നല്ല ജ്യൂസിയാണ് സാധനം. ബാരി വൺ മാൾട്ട ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ റൗണ്ട് റിങ് വരുന്നുണ്ട്. ഇതാണ് വിയറ്റ്നാം മാൾട്ടയും ബാരി വൺ മാൾട്ടയും തമ്മിലുള്ള ഡിഫറൻസ്. ബാരി വൺ മാൾട്ടയ്ക്ക് മാത്രമേ ഈ ഒരു റിങ് വരുന്നുണ്ട്. വിയറ്റ്നാം മാൾട്ടയ്ക്ക് അങ്ങനെ ഒരു റിങ് വരത്തില്ല. ഇതിലുണ്ട്. ഇത് ബോറോണൊക്കെ ഡെഫിഷ്യൻസി വരാണെങ്കിൽ എന്തെങ്കിലും വരാണെങ്കിൽ വരുന്നത് ഇതുപോലെ. ഇതാണ് എൻ്റെ അകത്തുള്ള ടെക്സ്ചർ. ഇത് ഡൽഹാരി ചാമ്പാന് അകത്ത് കളർ വെച്ച് വരുന്നേ ഉള്ളൂ, റെഡായിട്ട് വരുന്നേ ഉള്ളൂ. പലരും പറയും ഡൽഹാരി ചാമ്പയിൽ സീഡില്ലെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ ഇവിടെ കിട്ടിയത് ഞാൻ 3-4 സ്ഥലത്തു നിന്ന് മേടിച്ചതാണ്. എല്ലാ പ്ലാന്റ്സിലും സീഡുണ്ട്. സീഡില്ലാത്ത ഡൽഹാരി ചാമ്പ എനിക്കറിയത്തില്ല ഇനി. പക്ഷേ എൻ്റെ ഇവിടെ വയ്ക്കുന്ന 4 ഡൽഹാരി ചാമ്പയിലും സീഡുള്ളതാണ്. നാഷണൽ റോസ് ഗാർഡനിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, പല നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ എല്ലാത്തിലും സീഡുണ്ട്. സീഡില്ലാത്തത് എനിക്കറിയത്തില്ല ഇനി. ഇത് സ്വീറ്റ് ലൂബി. ഇത് തായ്ലാൻഡ് വെറൈറ്റി സ്വീറ്റ് ലൂബിയാണ്. വലിയ സൈസ്. ഇത് റെസീൻ ഗാർഡനിൽ നിന്ന് മേടിച്ച പ്ലാന്റിൽ നിന്ന് കിട്ടിയതാണ്. അവിടുത്തെ മദർ പ്ലാന്റ് കണ്ടിട്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഇത് പുതിയതായിട്ട് ഇറങ്ങിയതാണ്. സ്വീറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അവർ ഇറക്കുന്നത്. സ്വീറ്റ് ഓറഞ്ച് ഇങ്ങനെ ചെറിയ സൈസിൽ വരുന്നത്. അറിയത്തില്ല ഇനി ഇതെങ്ങനെ വരുമെന്ന് ടേസ്റ്റ് നോക്കിയില്ല. ഇത് ആദ്യമായിട്ട് കിട്ടിയതാണ്. എന്തായാലും പുളി കാണാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതാണ് സാധനം, സ്വീറ്റ് ഓറഞ്ച്. ഇത് നമ്മുടെ അലഹബാദ് സഫീദിൻ്റെ പേരാണ്. ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം. നല്ല ജ്യൂസിയാണ്, നല്ല അടിപൊളി ഒരു ഇതുണ്ട്. ജ്യൂസ് കൂടുതലാണ്, നല്ല മധുരമുണ്ട്. ഇതും വിയറ്റ്നാം മാൾട്ടയും തമ്മിലുള്ള ഡിഫറൻസ് വിയറ്റ്നാം മാൾട്ട കുറച്ചുകൂടെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. കുറച്ച് നല്ല മധുരവും വിയറ്റ്നാം മാൾട്ടയ്ക്ക് കൂടുതലാണ്. പക്ഷേ ഇതിന് വിയറ്റ്നാം മാൾട്ടയ്ക്ക് നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒരു ചവർപ്പ് വരുന്നുണ്ട്. ചുണ്ടിൻ്റെ അറ്റത്തൊക്കെ ഒരു ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ പോലെ വരും. അതിൻ്റെ തോലിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിനങ്ങനെയില്ല. ഇത് സാധാരണ മുസമ്പി കഴിക്കുന്ന പോലെ തന്നെയാണ്. ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ്, ഡൽഹാരി ചാമ്പ. ഇനി സ്വീറ്റ് ഓറഞ്ച് ഒന്ന് കഴിച്ചു പോയിട്ട് പറയാം. നല്ല ജ്യൂസ് വരുന്നുണ്ട്. കഴിച്ചോ. മധുരമായി വരുന്നേ ഉള്ളൂ. എനിക്കതിന് കുറച്ച് ദിവസം, പക്ഷേ ഇത് മധുരമാകും. സാധാരണ മറ്റേ നമ്മുടെ ചൈനീസ് ഓറഞ്ച് അങ്ങനത്തെ പോലെയല്ല, നല്ല മധുരമായി വരുന്നൊരു ജ്യൂസ് ഓറഞ്ച് തന്നെയാണിത്. നല്ല ജ്യൂസുണ്ട്, പുളിയുണ്ട്, മധുരവും ചെറിയൊരു മധുരമായി വരുന്നുണ്ട്. പക്ഷേ ഇത് പിന്നെ അലഹബാദ് സഫീദ് എല്ലാവരും കഴിച്ചിട്ടുണ്ട്. സ്വീറ്റ് ലൂബി കഴിച്ചു കിട്ടുക. നല്ലവണ്ണം പഴുത്ത ശേഷമാണ് ഞാനിത് പറിച്ചത്. ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ വെക്കേണ്ട ഒരു പ്ലാന്റാണ്. എന്തെങ്കിലും ഫ്രൂട്ട് കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് ഇഷ്ടംപോലെ കിട്ടിക്കണം. കണ്ടിന്യൂസ്ലി ഇതൊരു ഓൾ ടൈമാണ്. ഇത് നോൺ സ്റ്റോപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് കായായിട്ട് വരാൻ ഒത്തിരി സമയമെടുക്കും. പക്ഷേ ഫ്ലവറിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിയത്തില്ല. പക്ഷേ അത് കണ്ടിന്യൂസ്ലി നമുക്ക് ഫ്രൂട്ട് കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. നല്ലൊരു ഫ്രൂട്ടാണിത്. ഡൽഹാരി ചാമ്പ എന്ന് വെച്ചു. നല്ല അടിപൊളി മധുരമാണ്. മഴ വന്നിട്ടും ഇത്രയും മഴ വന്നിട്ടും ടേസ്റ്റിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. സൂപ്പർ ടേസ്റ്റാണ് അത്. ഇതാണ് ഇന്നത്തെ കളക്ഷൻ.
പേരയ്ക്ക നിങ്ങളെല്ലാവരും കഴിച്ച് കാണും, പക്ഷെ അതുകൊണ്ട് ഞാൻ വെട്ടുന്നില്ല.